നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ശബരി കൃഷ്ണൻ. ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലെ ജഗതിയിലാണ് എൻ്റെ വീട്. ഞാൻ MBBS പാസ് ഔട്ടായത് തജിക്കിസ്ഥാനിലെ അവിസന്ന തജിക് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. തജിക്കിസ്ഥാനിലെ ഏറ്റവും നമ്പർ 1 A ഗ്രേഡ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഏറ്റവും കോളേജാണ് എൻ്റേത് അവിസന്ന തജിക് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് അബ്രോഡിൽ MBBS പഠിക്കുന്നത് നമ്മുടെ കോളേജിലാണ്. നമ്മുടെ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഡോക്ടേഴ്സാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ FMG പാസ് റേറ്റ് ഉള്ള ഡോക്ടർമാർ. അതുപോലെ തന്നെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, ട്രിവാൻഡ്രം ജനറൽ ഹോസ്പിറ്റൽ, കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, കോന്നി മെഡിക്കൽ കോളേജ്, കൊച്ചി ജനറൽ ഹോസ്പിറ്റൽ, ഇടുക്കി മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ മെഡിക്കൽ കോളേജ്, കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്, ഇവിടെ എല്ലാം ഹൗസ് സർജൻസി ചെയ്യുന്നത് നമ്മുടെ കോളേജിൽ പഠിച്ചിറങ്ങിയ ഡോക്ടേഴ്സാണ്. ഇതിനെല്ലാം കാരണമാകുന്നത് നമ്മുടെ കോളേജിൽ കിട്ടുന്ന ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, ക്ലിനിക്കൽ എക്സ്പോഷർ, അതുപോലെ ഹോസ്റ്റൽ ഫെസിലിറ്റീസിൽ കിട്ടുന്ന ഫുഡ്, അക്കോമഡേഷൻ, ഇതെല്ലാം ഒരു മേജർ ഫാക്ടർ തന്നെയാണ്. ഇപ്പോൾ ക്ലിനിക്കൽ എക്സ്പോഷറിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ നമ്മുടെ കോളേജിന് സ്വന്തമായി ഒരു 1650 ബെഡുള്ള ഒരു അൾട്രാ ഇന്റർനാഷണൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തന്നെയുണ്ട്. ഇപ്പം ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിലും നമുക്ക് ഓൾമോസ്റ്റ് 27 ഡിഫറെൻറ്റ് ഹോസ്പിറ്റൽസ് തന്നെ നമ്മളെ ക്യാമ്പസിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ ഏഷ്യയിലെ ഏറ്റവും വലിയ പീഡിയാട്രിക് ഹോസ്പിറ്റലായ ഇസ്തിക്ലോൽ പീഡിയാട്രിക് ഹോസ്പിറ്റൽ നമ്മുടെ സ്വന്തം ഹോസ്പിറ്റലാണ്. തജിക്കിസ്ഥാനിലെ മറ്റുള്ള യൂണിവേഴ്സിറ്റികൾ പോലും ക്ലാസിക്കിനും ക്ലിനിക്കൽ എക്സ്പോഷറിനുമായി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇസ്തിക്ലോലിലെ നമ്മുടെ സ്വന്തം പീഡിയാട്രിക് ഹോസ്പിറ്റലിനെയാണ്. നമ്മുടെ ഗൈനക്കോളജി ഹോസ്പിറ്റലിൻ്റെ പേര് ഷിഫോ ബക്ഷ എന്നാണ്. അതുപോലെ നമ്മുടെ ന്യൂറോ ഹോസ്പിറ്റലിൻ്റെ പേര് നവോമെഡ് എന്നാണ്. എൻ്റെ കൂടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഉസ്ബെക്കിസ്ഥാനിലും ജോർജിയയിലും പഠിച്ചിറങ്ങിയ ഡോക്ടേഴ്സ് അവരുടെ നിന്ന് ഞാൻ പലരുടെ നിന്നും കേട്ടിട്ടുണ്ട് അവർക്ക് കഡാവറിക് എക്സ്പോഷർ കിട്ടിയിട്ടില്ല, അതുപോലെ തന്നെ അധികം ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടിയിട്ടില്ല എന്നുള്ളത്. എന്നാൽ അത്തരമൊരു ഡിസഡ്വാൻറ്റേജ്മെൻറ്റ് എൻ്റെ കോളേജിൻ്റെ സൈഡിൽ നിന്നും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഇവിടെ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോലും എനിക്ക് ഫസ്റ്റ് ഇയർ തൊട്ട് കിട്ടിയ ഒരു ക്ലിനിക്കൽ എക്സ്പോഷറാണ് എനിക്ക് ഇപ്പോഴും ഇവിടെ വർക്ക് ചെയ്യാൻ ഉള്ള ഒരു മേജർ ബേസിസ്. ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടർ ഫ്രണ്ട്സ് അവർ ഓരോ മേജർ സർജറി ഓർ മൈനർ സർജറി ഏത് സർജറികളായിക്കോട്ടെ അവർ പേടി കാരണം മാറി നിൽക്കുമ്പോൾ അവർക്ക് തോന്നുന്ന ആ പേടി എനിക്ക് ആക്ച്വലി തോന്നാതിരിക്കുന്നതിന് മെയിൻ കാരണം എനിക്ക് എൻ്റെ കോളേജിൽ നിന്ന് കിട്ടിയ എക്സ്പോഷർ തന്നെയാണ്. ലൈക്ക് അവിടെ നിന്ന് കിട്ടിയ എൻ്റെ ഫസ്റ്റ് ഇയർ തൊട്ട് കിട്ടിയ ക്ലിനിക്കൽ എക്സ്പോഷർ, പിന്നെ കഡാവറിക് എക്സ്പോഷർ, പ്രോപ്പർ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, ലൈക്ക് പ്രോപ്പർ MBBS മെറ്റീരിയൽ കമ്പയർഡ് ടു ഇന്ത്യ, അത് തന്നെയാണ് എനിക്കിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നതിന് ബേസിസ്. ആക്ച്വലി MBBS അബ്രോഡ് സ്റ്റഡീസിനായി പുറത്തോട്ട് പോകുന്ന പല സ്റ്റുഡൻസിൻ്റെയും ഒരു മേജർ കൺസേൺ ആണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. വേറെ പല രാജ്യങ്ങളിൽ നിന്ന് പഠിച്ച എൻ്റെ ഫ്രണ്ട്സിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ളത് അവർ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫെസിലിറ്റീസിനാണ്. പക്ഷേ 5 വർഷം അവിടെ പഠിച്ചിട്ടും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും എനിക്ക് തോന്നിയിട്ടില്ല. അവിടെ എനിക്ക് ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ നല്ല കേരള ഫുഡ്, ലൈക്ക് ചോറ്, പരിപ്പ്, പപ്പടം, പായസം, അങ്ങനത്തെ എല്ലാ ഫുഡ് ഐറ്റംസ് എനിക്ക് ഫസ്റ്റ് ഇയർ തൊട്ടേ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. 5th ഇയർ വരെയും എനിക്ക് ആക്ച്വലി നല്ല ഫുഡാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഫുഡിന് ഒരു സ്ട്രഗിൾ എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ ഹോസ്റ്റലിൽ നമുക്ക് എന്ത് പ്രശ്നം പരിഹരിക്കാനും നമുക്ക് ഹോസ്റ്റലിൽ തന്നെ ഒരു 3 മലയാളി വാർഡൻസും അവിടെ ഉണ്ട്. ഞാൻ ഇന്നിവിടെ ഒരു ഡോക്ടറായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മേജർ ഹെൽപ്പ് എനിക്ക് ചെയ്തു തന്നിരിക്കുന്നത് ഹാർവസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് തന്നെയാണ്. ഹാർവസ്റ്റ് അബ്രോഡ് സ്റ്റഡീസിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ അവിനാശ് അങ്കിളിനും എൻ്റെ ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. കാരണം അദ്ദേഹം ഇല്ലാതെ ഞാൻ ഈ നിലയിൽ ഒരിക്കലും എത്തൂലായിരുന്നു. അവിടുത്തെ എൻ്റെ ഫസ്റ്റ് ഇയർ തൊട്ടുള്ള 5th ഇയർ വരെയുള്ള എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, എനിക്ക് എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും എനിക്ക് അവിനാശ് സാറെ എനിക്ക് എന്ത് ഹെൽപ്പും ഒരു മടിയും കൂടാതെ ചെയ്ത് തന്നെ തന്നിട്ടുണ്ട്. സോ വെരി ബിഗ് താങ്ക്സ് ടു ഹാർവസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് ആൻഡ് അവിനാശ് സർ ഫോർ മേക്കിംഗ് മൈ ഡ്രീം ജേർണി കം ട്രൂ.